ചടങ്ങുകളാണെങ്കിൽ ഒരു കാരണവശാൽ അത് ഉപയോഗിക്കാൻ തുറന്ന് സമ്മതിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെയും ഔദ്യോഗിക പരിപാടികളിലും അത്തരത്തിലുള്ള ഒരു കാര്യവും ഉപയോഗിക്കാൻ പാടില്ല. RSSന്റെ നിലപാടുകളല്ല നമ്മുടെ രാജ്യം അംഗീകരിച്ചിട്ടുള്ളത്. ഭരണഘടന ചർച്ച ചെയ്ത് പതാക അംഗീകരിക്കുന്ന ഘട്ടത്തിൽ ആ പതാക ശരിയല്ല എന്നായിരുന്നു ഓർഗനൈസറിന്റെ മുഖപ്രസംഗം തന്നെ. 3 ത്രിവർണ്ണാണല്ലോ, 3 എന്നുള്ളത് തന്നെ അശുഭമാണ്. ഈ 3 കളറുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, കാവിക്കൊടിയാണ് എന്നതായിരുന്നു അന്നത്തെ വാദം. ആ വാദം തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നത്. അത് തെറ്റാണ്. അത് ശരിയായ രൂപത്തിൽ ഭരണഘടനാനുസൃതമായി കാര്യങ്ങൾ എടുക്കാൻ, നിലപാട് സ്വീകരിക്കാൻ ഗവർണർ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. അത് തെറ്റാണ്. അതങ്ങേറ്റം അത് തെറ്റായ സംഗതിയാണ്. കാരണം രാജ്ഭവൻ ഇപ്പോൾ മുഖ്യമന്ത്രി രാഷ്ട്രീയം ഉണ്ടാവും, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും, ഗവൺമെന്റിന് രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷെ നമ്മളൊരു ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഔദ്യോഗിക ചടങ്ങുകൾക്ക് അനുസരിച്ച് നമുക്ക് നിലപാട് സ്വീകരിക്കാൻ പാടുള്ളൂ. അത് അദ്ദേഹം അത് തിരുത്തേണ്ടതാണ്. ഭരണഘടനാപരമായി പദവിയിലിരിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനായിട്ട് ഗവർണർ തയ്യാറാകേണ്ടതുണ്ട്. നിലമ്പൂര് നേരത്തെ പറഞ്ഞല്ലോ, നല്ല ആത്മവിശ്വാസമാണുള്ളത്. നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ വിജയെഴുതും എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നല്ല രീതിയിൽ പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. പൊതുവെ ഒരു മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന നിലമ്പൂരിലെ ജനത ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭാരതാംബ വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു പി രാജീവ്. ഗവർണർ ഭരണഘടനാ പരമായ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്, അതിനനുസൃതമായി അദ്ദേഹം പെരുമാറണമെന്നാണ് പി രാജീവ് പറയുന്നത്.